ഹലോ മൈ ഡിയർ KSFE സ്റ്റാഫ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചായിരുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാനായി ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. ഈ നോട്ട് എഴുതി തയ്യാറാക്കിയതിന് ശേഷം വേണം ഈ ഓഡിയോ ശ്രദ്ധിക്കാനായിട്ട്. അക്കൗണ്ടിങ്ങിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? അക്കൗണ്ടിങ്ങിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം? നമ്മൾ ആ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചു. അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ഫങ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിക്കാർഡിംഗ് ആണ്. എന്താണ്? റിക്കാർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് ഇടപാടുകൾ റിക്കാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റിക്കാർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റിക്കാർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളെ സിസ്റ്റമാറ്റിക് മാനറിൽ റിക്കാർഡ് ചെയ്യുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റിക്കാർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. റിക്കാർഡിംഗ് ഈസ് ഒറിജിനലി ഡൺ ഇൻ എ ബുക്ക് കാൾഡ് ജേണൽ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. റിക്കാർഡിംഗ് ഈസ് ഒറിജിനലി ഡൺ ഇൻ ജേണൽ. ബിസിനസ് ട്രാൻസാക്ഷൻസ്, എക്കണോമിക് ഈവൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എക്സ്റ്റേണൽ ഈവൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഈവൻറ്റ്സ്. അപ്പം ഇടപാടുകളെ അല്ലെങ്കിൽ സംഭവങ്ങളെ നമുക്ക് രണ്ട് ഡിവിഷൻസ് ആക്കാം: എക്സ്റ്റേണൽ ഈവൻറ്റും ഇൻറ്റേർണൽ ഈവൻറ്റും. എന്താണ് എക്സ്റ്റേണൽ ഈവൻറ്റ്? ആൻ എക്സ്റ്റേണൽ ഈവൻറ്റ് ഇൻവോൾവ്സ് a transfer or exchange of something of value between two or more entities. രണ്ടോ അതിലധികമോ എൻറ്റിറ്റീസ് തമ്മിൽ സംതിങ് ഓഫ് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ, ബിസിനസ്സും മറ്റൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടു ഓർ മോർ എൻറ്റിറ്റീസ് തമ്മിൽ സംതിങ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ, വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സംഗതി കൈമാറുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഈവൻ്റ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്റ്റേണൽ ഈവൻറ്റ്? ആൻ എക്സ്റ്റേണൽ ഈവൻറ്റ് ഇൻവോൾവ്സ് എ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്. എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ്: റെൻറ്റ് ടു ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുക്കുന്നു. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലൈസിൽ നിന്നും നമ്മൾ ഗുഡ്സ് വാങ്ങുന്നു. സെയിൽ ഓഫ് ഗുഡ്സ് ടു കസ്റ്റമർക്ക് ഗുഡ്സ് വിൽക്കുന്നു. ഇതൊക്കെ എക്സ്റ്റേണൽ ഈവൻറ്റിന് എക്സാമ്പിളാണ്. അടുത്ത internal event. An internal event is an economic event that occurs entirely within an enterprise. നമ്മുടെ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന ഇടപാടിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന സംഭവത്തെയാണ് ഇന്റേണൽ ഈവൻ്റ് എന്ന് പറയുന്നത്. An internal event is an economic event that occurs entirely, പൂർണ്ണമായും within an enterprise. നമ്മുടെ ബിസിനസ്സിൽ ഉള്ളിൽ തന്നെ നടക്കുന്ന ഇടപാടിനെ അല്ലെങ്കിൽ സംഭവത്തെയാണ് ഇൻറ്റേർണൽ ഈവൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ, അസംസ്കൃത സാധനം, ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസംസ്കൃത സാധനങ്ങൾ എന്ത് ചെയ്യുകയാണ്? കൈമാറുക. അടുത്ത എന്താണ്? സപ്ലൈ ഓഫ് റാ മെറ്റീരിയൽ ഫ്രം സ്റ്റോഴ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. റാ മെറ്റീരിയൽ സ്റ്റോറിൽ നിന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക. റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ എങ്ങോട്ട് കൊണ്ടുപോവുക? സ്റ്റോറിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. ദാറ്റ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ഈവൻറ്റ്. ഒരിക്കൽ കൂടി പറയാം. എന്താണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്? ഫസ്റ്റ് വൺ, ദ റിക്കാർഡിംഗ്. The basic function of accounting is the recording. It is concerned with the recording of transactions of financial character in systematic manner. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്.
റെക്കോർഡിംഗ് ഈസ് ഒറിജിനലി ഡൺ ഇൻ ജേണൽ. എക്സാമിന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇക്കണോമിക് ഈവൻറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എന്താണ് എക്സ്റ്റേണൽ ഈവൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഈവൻറ്റ്? External events involves a transfer or exchange of something of value between two or more entities. രണ്ടോ അതിലധികമോ എൻറ്റിറ്റീസ് തമ്മിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഗതി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഈവൻ്റ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പേയ്മെൻറ്റ് ടു റെൻറ്റ് ടു ലാൻഡ് ലോഡ്, റെൻറ്റ് ലാൻഡ് ലോൺ കൊടുക്കുക, സപ്ലയറിൽ നിന്നും ഗുഡ്സ് വാങ്ങുക, ഗുഡ്സ് കസ്റ്റമർക്ക് വിൽക്കുക. ആൻഡ് ദെൻ ദ ഇൻറ്റേർണൽ ഇവൻറ്റ്. എന്താണ് ഇൻറ്റേർണൽ ഇവൻറ്റ്? ബിസിനസ്സിന് ഉള്ളിൽ തന്നെ നടക്കുന്ന സംഭവത്തെയാണ് അല്ലെങ്കിൽ ഇടപാടിനെയാണ് ഇൻറ്റേർണൽ ഇവൻറ്റ് എന്ന് ഇംഗ്ലീഷ് പറയാം. ആൻഡ് ഇൻറ്റേർണൽ ഇവൻറ്റ് ഈസ് ആൻ എക്കണോമിക് ഇവൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് എൻ്റർലി വിത്തിൻ ആൻ എൻ്റർപ്രൈസ്. നമ്മുടെ ബിസിനസ്സിനുള്ളിൽ തന്നെ നടക്കുന്ന പൂർണ്ണമായും നമ്മുടെ ബിസിനസ്സിനുള്ളിൽ തന്നെ നടക്കുന്ന ഈവൻറ്റിനെ അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ക്രയവിക്രയത്തെ നമുക്ക് ഇൻറ്റേർണൽ ഇവൻറ്റ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ: transfer of material from one department to another department, supply of material from stores to production department, return of material from production department to stores. And the second point, the classifying. ഒന്നാമത് ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത് ക്ലാസിഫൈങ്. ക്ലാസിഫിക്കേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ സിസ്റ്റമാറ്റിക് analysis of recorded data with a view to bring transactions or entries of similar nature to one place. സിമിലർ നേച്ചറിലുള്ള ഇടപാടുകളും സംഭവങ്ങളും ഒന്നിച്ചു കൊണ്ടുവരിക, ഇതിനെയാണ് ക്ലാസിഫൈങ്, തരംതിരിക്കുക എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ ദ ബുക്ക് നോൺ ആസ് ലെഡ്ജർ. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ്? റെക്കോർഡിംഗ് ഈസ് ഡൺ ഇൻ ദ ജേണൽ, ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ ദ ലെഡ്ജർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുക എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ വിത്ത് ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് റെക്കോർഡ് ഡേറ്റ. റെക്കോർഡ് ചെയ്ത ഡേറ്റ സിസ്റ്റമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്യുക. വിത്ത് എ വി ടു ബ്രിങ്, എന്തിനു വേണ്ടി? വിത്ത് എ വി ടു ബ്രിങ് ട്രാൻസാക്ഷൻസ് ഓർ എൻറ്റിറ്റീസ് ഓഫ് എ സിമിലർ നേച്ചർ ടു ഓൺ പ്ലേസ്. സിമിലർ നേച്ചറുള്ള ഇടപാടുകളെയും സംഭവങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരിക, ഇതാണ് ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഈസ് ആക്ച്വലി ഡൺ ഇൻ ലെഡ്ജർ. ഓക്കെ. ആൻഡ് ദ സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ക്രോഡീകരിക്കുക അല്ലെങ്കിൽ ചുരുക്കുക. ഒന്നാമത്തെ ഫംഗ്ഷൻ റെക്കോർഡിംഗ്, രേഖപ്പെടുത്തുക. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കുക. മൂന്നാമത് സമ്മറൈസിങ്, ക്രോഡീകരിക്കുക ഓർ ചുരുക്കുക. It involves the preparation of an income statement showing the profit and loss accounts and the position statement known as the balance sheet. That means the assets and liabilities. Okay, and the third point, summarizing, ക്രോഡീകരിക്കുക അല്ലെങ്കിൽ ചുരുക്കുക. It involves preparation of income statement. ഇതൊക്കെ വിശദമായി പിന്നീട് പറയുന്നുണ്ട്. It involves the preparation of an income statement. Income statement means the profit and loss account, and the position statement known as the balance sheet. That means the assets and liabilities of a business. Assets എന്ന് പറഞ്ഞാൽ ആസ്തി, liabilities എന്ന് പറഞ്ഞാൽ ബാധ്യത. ഇതൊക്കെ പിന്നീട് വിശദമായി പറയുന്നതായിരിക്കും. And the fourth point, analysis and interpretation. അപ്പോൾ ഒന്നാമത് റെക്കോർഡിംഗ്, രണ്ടാമത് ക്ലാസിഫൈയിങ്, മൂന്നാമത് സമ്മറൈസിങ്, നാലാമത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ദ ഫിനാൻഷ്യൽ ഡേറ്റ റെക്കോർഡഡ് ഈസ് അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ സമ്മറൈസ് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വ്യാഖ്യാനിക്കുക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. And then the communication. This is done through the preparation and distribution of accounting reports. അതായത് മാനേജ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളിലേക്ക് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. That means this is done through preparation and distribution of accounting reports such as accounting ratios, graphs, diagrams. By way of accounting ratios, graphs and diagrams, the recorded and classified and summarized and analyzed data communicated. That means the last step of accounting, the communication. This is done through preparation and distribution of accounting reports. അക്കൗണ്ടിംഗ് റിപ്പോർട്ടിലൂടെയാണ്
കമ്മ്യൂണിക്കേഷൻ സാധ്യമായി തീരുന്നത്. ദിസ് ഈസ് ഡൺ ത്രൂ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് സച്ച് ആസ് അക്കൗണ്ടിംഗ് റേഷ്യോസ്. The examples of accounting reports, accounting ratios, graphs and diagrams, and already നമ്മൾ studied that means the definition of accounting and then the features or functions or characteristics of accounting. ഇതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ പിന്നീട് വിശദമായി പറയാം. ജസ്റ്റ് ഇതൊക്കെ പഠിക്കാനായി ശ്രമിക്കുക. എന്താണ് റെക്കോർഡിംഗ്? Recording is done in the book journal, and two types of events, external event and the internal event. And then the second step, the classification, similar nature of items under on heads, classification in the book ledger, ഇതൊക്കെ ചോദിക്കുന്നതാണ്. And then the summarizing, ക്രോഡീകരിക്കുക അല്ലെങ്കിൽ ചുരുക്കുക, that means the income statement. Income statement is known as the trading and profit and loss account. And the position statement is known as the balance sheet, that means the statement of assets and liabilities. And then the analysis and interpretation, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ ഡേറ്റാസ് കൂലങ്കഷമായി ഇൻ്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക. And the last steps, the communications, the data are reported to the various levels of management. This is done through the preparation and distribution of accounting reports such as accounting ratios, graphs, diagrams. നിങ്ങൾ ആദ്യം നോട്ട് എഴുതി തയ്യാറാക്കിയിട്ട് വേണം ഇത് ശ്രദ്ധിക്കാൻ. ഇതിൻ്റെ ഏകദേശമെല്ലാം നോട്ടെല്ലാം എഴുതി പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കും, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നുമല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു സിസ്റ്റമാറ്റിക് പഠനമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് കൂടുതൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.